നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. ലോക തൊഴിലാളി ദിനത്തിൽ വടക്കാഞ്ചേരി മേഖലയിൽ റാലിയും പൊതുയോഗവും. സർവ്വദേശീയ തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരിയിൽ ഇടതുപക്ഷ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. INTC മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി സംരക്ഷണ സദസ്സും പന്നിത്തടത്ത് ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ റാലിയും നടന്നു. കൂടാതെ വള്ളത്തോൾ നഗറിൽ ടൈലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലും കുളപ്പുള്ളിയിൽ CITU ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും നൂറുകണക്കിന് തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് പ്രകടനങ്ങളും യോഗങ്ങളും സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ഓട്ടുപാറ കല്യാൺ സൂപ്പർ മാർക്കറ്റിന് സമീപം വ്യാഴാഴ്ച രാത്രിയിലുണ്ടായ വാഹന അപകടത്തിൽ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് പരിക്കേറ്റ അകമ്പാടം സ്വദേശി അജ്മൽ, ഇരട്ടക്കുളങ്ങര സ്വദേശി ഷിബിൽ എന്നിവരെ വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകർ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ദേശമംഗലം കടുകശ്ശേരിയിലെ സഫിയ കൊലക്കേസിലെ പ്രതി ശരത്തുമായി പോലീസ് സംഘം സഫിയയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സ്വന്തം വീട്ടിൽ നിന്നും ഊടുവഴിയിലൂടെ അകത്ത് കയറി കൊലപാതകം നടത്തിയ രീതി പ്രതി പോലീസിനോട് വിശദീകരിക്കുകയും സഫിയയുടെ പക്കൽ നിന്നും കവർന്ന സ്വർണ്ണവള എരുമപ്പെട്ടിയിൽ വിറ്റതായി സമ്മതിക്കുകയും ചെയ്തു. സർക്കിൾ ഇൻസ്പെക്ടർ രാജേന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ നടന്ന തെളിവെടുപ്പിന് ശേഷം മോഷണം മുതൽ കണ്ടെത്താനായി പ്രതിയുമായി പോലീസ് സംഘം എരുമപ്പെട്ടിയിലും എത്തി. ഒറ്റപ്പാലം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ യാത്രക്കാരനായ വയോധികൻ കുഴഞ്ഞു വീണു മരിച്ചു. ഒറ്റപ്പാലം മനുശ്ശേരിയിൽ നിന്നും മുള്ളൂർക്കരയിലേക്ക് യാത്ര ചെയ്തിരുന്ന 65-കാരൻ ബസ് ചുടുവാലത്തൂർ എത്തിയപ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും കുഴഞ്ഞു വീണുകയുമായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചെറുതുരുത്തി SI ജസ്റ്റിന്റെ നേതൃത്വത്തിൽ മേൽ നടപടികൾ സ്വീകരിച്ച ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി.